ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ആവശ്യപ്പെട്ട പണം ഉടനെ തന്നിരിക്കണം. ഇല്ലെങ്കിൽ നിന്റെ അടിത്തറ ഞാൻ ഇളക്കും. നീ ഉണ്ടാക്കി വെച്ച കൊട്ടാരത്തിന്റെ തൂണുകൾ ഓരോന്നോരോന്നായി ഇളകി ഇളകി വീഴും. എന്തു വിളിക്കാൻ? ഒന്നുമില്ല മോളെ, എല്ലാം നിന്റെ തോന്നല. ദേ, ഇന്ന് ഇവിടുത്തെ അടുക്കളയിൽ പാകം ചെയ്യുന്ന ഭക്ഷണം തന്നെ കഴിക്കണമെന്ന്. എന്നാ അതിനുള്ള കാര്യങ്ങളൊക്കെ മോള് നോക്ക്. വരട്ടെ മോനെ. ദീ മോളെ, പോകാം. ശരി മോളെ. ശരി മോളെ. മോനെ. ജഗ, എന്നിൽ നിന്നും എല്ലാവരും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അച്ഛന് ജഗൻ എന്തോ ജോലി വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? എന്ത് ജോലിയാ? ഹലോ. വീട്ടിൽ കയറി. ആഹാ, ഓരോന്നും സെറ്റായിട്ട് വരണതേ ഉള്ളൂ. ഇല്ല, അതൊക്കെ വാങ്ങി. എടാ, സംസ്കാരം തൊട്ട് തീണ്ടാത്തൊരു വൃത്തികെട്ടവനാ നീ. ഒരു വീട്ടിൽ വന്നാ പാലിക്കേണ്ട സാമാന്യ മര്യാദ പോലും ഇല്ലാത്തവൻ. സാമാന്യ മര്യാദയോ? അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അത് നിനക്കറിയില്ല. അതറിയണമെങ്കിലേ നല്ല തന്തയ്ക്ക് പിറക്കണമായിരിക്കും അല്ലേ? അല്ല, ഈ പറയുന്ന നിനക്കും അങ്ങനെ ഒരു പിറവി അല്ലല്ലോ. എനിക്കാണെങ്കിൽ തന്തയാര് തള്ളയാരെന്ന് കൂടി അറിയില്ല. അല്ല, നിന്റെ പോലത്തെ ഒരു തന്തയാണെങ്കിൽ അതറിയാതിരിക്കുന്നതാ നല്ലത്. അതാണ് നല്ലത്. ആണുങ്ങളില്ലാത്ത നേരത്തെ സ്ത്രീകളുടെ മുറി കയറിയിരിക്കുന്നത് ചെറ്റത്ര. അറിയാം. അളിയ, നീ എന്നിൽ നിന്നും ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാ മതി. ഞാൻ ഇനിയും വരും. തോന്നിയ ഇടത്തൊക്കെ കയറും. തോന്നിയതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യും. അറിയാലോ നിനക്കെന്റെ സ്വഭാവം. നിനക്ക് വേണ്ടത് പണമല്ലേ? അതിന്റെ പേരും പറഞ്ഞ് ഇവിടെ കയറി വന്നെ ശല്യപ്പെടുത്തരുത്. ഞാൻ ഉദ്ദേശിച്ച പണം എനിക്ക് കിട്ടുന്നത് വരെ ഇതുപോലെയൊക്കെ എന്റെ വരവുണ്ടാവും. ശല്യപ്പെടുത്തലൊക്കെ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഭീഷണിപ്പെടുത്തി ഓടിക്കാൻ ശ്രമിക്കരുത്. ശ്രമിച്ച നീ ആരാണെന്നുള്ള സത്യം നിന്റെ ഭാര്യയോടും അച്ഛമ്മയോടൊക്കെ ഞാൻ വെളിപ്പെടുത്തിയിരിക്കും. നിന്റെ യഥാർത്ഥ മുഖം അവര് കാണും. വർഷ, മതി, വാ കഴിക്കാം. ഞങ്ങൾ ഈ പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു. എപ്പ വന്നാലും പഴയ കാര്യങ്ങൾ പറയുന്നു പറച്ചില്. എനിക്ക് സംശയം തോന്നുന്നുണ്ടേ. വാ, ഇനി കോപ്രായങ്ങളൊക്കെ ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട്. അന്നേ ഞങ്ങൾ രണ്ടുപേരും കൂടി അനാഥാലയത്തിൽ ഒരു നാടകം ചെയ്തു. രണ്ടുപേരും മാത്രമുള്ള ഒരു നാടകം. അതെ, യൂദാസ് നീതി തേടുന്നു. യൂദാസ് ആരാ? അല്ല, വർഷ തന്നെ തീരുമാനിച്ചോ യൂദാസ് ആരായിരിക്കും? 30 വെള്ളിക്കാശിന് ഒറ്റുകാരനായ യൂദാസിന്റെ റോള്.
ഒരു നാടകത്തിന്റെ കഥ കൂടി കേൾക്കാൻ എനിക്ക് വയ്യ. ഓ ഈ വർഷയുടെ ഒരു കാര്യം ഹ, വാടാ മച്ചു. അന്ന വിചാരം മുന്ന വിചാരം. വാ നീ. വാടാ മച്ചു. ആ നടക്ക്. വാടക വീട്ടിൽ അവനോടൊപ്പം സ്വസ്ഥമായി സുഖമായി അവള് കഴിയുന്നു പോലും. തെരുവുതോറും തെണ്ടിത്തിരിയുന്നെന്ന് വാർത്ത കേൾക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഇതൊരു ദുഃഖവാർത്തയാ. അപ്പച്ചിക്ക് മാത്രമല്ല എനിക്കും ഇതൊരു ദുഃഖവാർത്തയാ. എടി വിദ്യേ, നീ പഠിച്ച കളരിയല്ല ഈ ആനന്ദവല്ലി പഠിച്ചത്. കല്യാണം കഴിഞ്ഞ് മധുവിധു ആഘോഷിച്ച് സുഖവാസം നടത്താൻ ഞാൻ ആ വന്ദനയും ജഗനെ അനുവദിക്കില്ല. ഈ കുടുംബത്തിനൊരു മഹിമയുണ്ട്. തുല്യതയുള്ളവരെ ചേരാവൂ. അല്ലെങ്കിൽ ഇത് നാളെ പതിവാകും. കുലം നശിക്കും. കുടുംബദേവതകൾ പടിയിറങ്ങും. ആനന്ദവല്ലിയുടെ അടവുകളെല്ലാം പൊളിച്ചടുക്കിയിട്ട് അവള് മാതൃകാ വീട്ടമ്മ ചമഞ്ഞ് അങ്ങനെ ഞെളിഞ്ഞ് നടക്കണ്ട. അവളുടെ ഓരോ വിജയവും അപ്പച്ചിയുടെ ചീത ആളെ കത്താൻ വെക്കുന്ന തീക്കൊള്ളിക്ക് തുല്യ. തോറ്റു കൊടുക്കരുത് അപ്പച്ചി. അവളെയും ജഗനെയും തമ്മിൽ പിരിക്കണം. ഒരിക്കലും അടുക്കാത്ത വിധത്തിൽ അവരകലണം. ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വന്ദനയെ ചൂലെടുത്ത് നാട്ടുകാരെ കൊണ്ട് അടിച്ചോടിപ്പിച്ചിരിക്കണം. പിന്നെ ഏത് അഗ്നിപരീക്ഷണം നടത്തി വന്നാലും അവളെ ജഗൻ സ്വീകരിക്കാത്ത തരത്തിലാക്കും ഞാൻ. ഐഡിയ കൊള്ളാപ്പച്ചി. നാട്ടുകാര് മാനത്തിന് വില പറഞ്ഞു തുടങ്ങിയ പിന്നെ അവൾക്ക് മാന്യമായ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. മാനം നഷ്ടപ്പെട്ട് ജീവിക്കാൻ അഭിമാനിയായ മാധവനും ചന്ദ്രയും തയ്യാറാവില്ല. അതോടെ ആ കുടുംബം ഒറ്റ ചിതയിൽ എരിഞ്ഞടങ്ങും. പിന്നെ ആ എരണം കെട്ട കൊച്ചിന് അനാഥാലയായിരിക്കും ശരണം. പക്ഷെ അവളെ നാട്ടുകാരെ കൊണ്ട് കല്ലെറിഞ്ഞ് ഓടിപ്പിക്കാൻ എന്താ ഒരു മാർഗം? ഒരു ബ്രഹ്മാസ്ത്രം ഉണ്ടേ ആനന്ദവല്ലിയുടെ അവനാഴിയില്. ഞാൻ ആവശ്യപ്പെട്ട പണം ഉടനെ തന്നിരിക്കണം. ഇല്ലെങ്കിൽ നിന്റെ അടിത്തറ ഞങ്ങളക്കും. നീ ഉണ്ടാക്കി വെച്ച കൊട്ടാരത്തിന്റെ തൂണുകൾ ഓരോന്നോരോന്നായി ഇളകി ഇളകി വീഴും. ഒടുവിൽ പിറക്കാനിരിക്കുന്ന നിന്റെ കുഞ്ഞടക്കം ആ തകർന്നടിഞ്ഞു വീണ ആ മേൽക്കൂരയ്ക്കടിയിൽ പെട്ട് നിർത്തോ. നിനക്ക് നീ ജയിലിൽ പോയതിലുള്ള വിക്രത്തിനല്ലേ അറിയൂ. അത് കഴിഞ്ഞ് നാട്ടിൽ പലതും സംഭവിച്ചു. എന്ത് സംഭവിച്ചു? നീ സ്വപ്നം കാണാത്ത പലതും. ഓ കോരിച്ചൊരിയുന്ന മഴ, ഉരുൾപൊട്ടൽ, പ്രളയം, നാടിതുവരെ കാണാത്ത കോവിഡ് മാരി. ഒക്കെ കഴിഞ്ഞപ്പോ വിക്രം ഒരുപാട് മാറി. മാനത്തെ കൊട്ടാരം